ഹലോ ഗൈസ്, ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഞാനൊരു ഫേക്ക് ചോരയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ. എൻ്റെ അമ്മേനെ അങ്ങനെ പ്രാങ്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു. പ്രാങ്ക് ചെയ്തപ്പോൾ ഞാൻ ബ്ലഡ് ഉണ്ടാക്കണ എൻ്റെ അനിയൻ കണ്ടിരുന്നു. അപ്പോൾ പിന്നെ അവന് വലിയ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ അമ്മ ശരിക്കും എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. ഇതെന്നാ ഇടീതെന്ന് ചോദിച്ചിട്ട് കുറേ തല്ലി. ഞാൻ പറഞ്ഞ അമ്മ ഇത് പ്രാങ്ക് വിശ്വസിക്കുന്നില്ല. പ്രാങ്കാന്നൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പം ഞാൻ എത്ര പറഞ്ഞിട്ടും അമ്മ വിശ്വസിച്ചില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ബ്ലഡ് കൊണ്ട് കാണിച്ചു. അമ്മ കൊണ്ട് വലിച്ചെറിഞ്ഞു. ഞാനത് രാത്രിയായി, കുറച്ച് സമയമായി. അപ്പം ഞാനത് എടുത്തുകൊണ്ട് വന്ന് വെച്ചതാണ് ഇവിടെ. പക്ഷേ വെച്ചത് പണി പാളിപ്പോയി. വെച്ചത് അതുപോലെ തന്നെ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ അവിടെ ഇരിപ്പുണ്ട്. കട്ട പിടിച്ച് പോയി അടിയിൽ ഉണ്ടായിരിക്കണേ. കട്ട പിടിച്ച് പോയി. ജ്യൂസ് പോലെ, കറക്റ്റ് ജ്യൂസ് പോലെയായി. അതിന് ശേഷം വേറൊരു സംഭവം നടന്നു. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് കൊണ്ട് വെച്ചപ്പോൾ എൻ്റെ അനിയൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് പകുതി ഊറ്റിക്കളഞ്ഞത്. ഇത് കണ്ടോ, ഞാൻ ഉണ്ടാക്കിയ ക്ലേ വെച്ചുണ്ടാക്കിയ സാധനമാണ് ഇത്. എൻ്റെ പൊന്നെ, ഏറ്റവും നല്ല രസമുള്ളത്, ഭംഗിയുള്ള സാധനമായിരുന്നു ഇത്. ഇങ്ങനെയൊന്നുമല്ല, എൻ്റെ ബാക്കിയൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ എവിടെയോ പോയി. നല്ല സാധനമായിരുന്നു. പൊട്ടിച്ച് കുറച്ച് കളഞ്ഞു. എനിക്ക് ശരിക്കും ദേഷ്യം വന്നു. പിന്നെ ഇതിൻ്റെ കാര്യം ഓർക്കും, എനിക്ക് എന്തൊക്കെ തോന്നുന്നു, അടിയിൽ ശരിക്കും പിടിച്ചിരിക്കുക. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം ഒരു ചോര എന്ന് പറയുമ്പോൾ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും. പക്ഷേ എന്നാലും എൻ്റെ കളർ മങ്ങിയില്ലല്ലോ. മുന്നേറുന്ന ഇനിയും പ്രാങ്ക് ചെയ്യാൻ കഴിയും, കുറേ നാളിൽ നീണ്ടു നിൽക്കുമെന്ന് എൻ്റെ പ്രതീക്ഷകളെല്ലാം തോന്നിച്ചു. പിന്നെ വേറൊരു സംഭവം, എൻ്റെ പൊന്നെ, ഇന്നലെ എനിക്ക് നടക്കാൻ പറ്റാതിരുന്നാൽ മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇന്നും ക്ലേ വെച്ച് ആർട്ടൊക്കെ ചെയ്യുന്ന ഒരു ബോർഡ്, അത് ചെറിയൊരു കട്ടിയുള്ള ബോർഡാണ്. ഞാനിതിങ്ങനെ നീളത്തിൽ കാണിച്ചു തരാം. ബോർഡ് കണ്ടോ, ഇതിൽ ചെളി കണ്ടോ, എന്നും ഞാനാണെങ്കിൽ കഴുകി തുടച്ചത് കൊണ്ട് ഇടിച്ച് പൊടിച്ചേക്കുന്നുണ്ടോ. എന്നും ഞാൻ ഈ ബോർഡ് കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് നെക്സ്റ്റ് സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇന്നലെ അത് മൊത്തം പോയെന്ന് പറഞ്ഞാൽ മൊത്തം പോയി, ശരിക്കും പോയി മൊത്തം. അത് അവൻ ഭയങ്കരമായിട്ട് ചെളിയാക്കി. ഞാൻ വൃത്തിയാക്കി വെച്ചത് നിലത്ത് കണ്ടോ, താഴെയാണ്. ഞാൻ മുകളിലാണ് കേട്ടോ നിൽക്കുന്നത്. വീടിൻ്റെ ടെറസിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അതിൻ്റെ മുകളിലോട്ടും ഉണ്ട്, അങ്ങോട്ടും ഉണ്ട്. പക്ഷേ ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. ഇവിടെയാണ് ഞാൻ പണി ചെയ്യുന്നത് കൊണ്ട് അത്രയും ചെളിയാക്കി അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ താഴേക്ക് കണ്ടോ, അവിടെ കുറേ മണ്ണുണ്ട്. ആ കാണുന്നിടത്തൊക്കെ കുറേ മണ്ണുകളുണ്ട്. അവിടുന്ന് പോയി തേച്ചുകൊണ്ട് വന്നതാണ് ഈ മണ്ണ്. ഇത് കഴുകാം എന്ന് നിങ്ങൾക്ക് വിചാരിക്കും, പക്ഷേ കഴുകി കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും പണി ചെയ്യാൻ മടിയാണ്. അതുകൊണ്ട് തന്നെ അപ്പം ഉള്ളൂ. ടാറ്റാ എന്ന് നിങ്ങൾ എഴുതണ്ട. ടാറ്റ പറയുന്നില്ല. ടാറ്റ പറയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം എല്ലാവർക്കും ബൈ. ടാറ്റാ.